മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ കഠിന ശത്രുവായ ഒരു മനുഷ്യനെ ഹുർമൂസിനെ പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം ഒരുപാട് ആളുകളെ കൊന്ന വകയിൽ പകരം കൊല്ലാൻ വേണ്ടി വിധിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറില്ല, തൗബ ചെയ്യാൻ തയ്യാറില്ല. അദ്ദേഹത്തെ പകരം കൊല്ലാൻ വേണ്ടി വിധിച്ചപ്പോൾ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്താണ്? എനിക്കൊരു കോപ്പ വെള്ളം തരുമോ? വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഹുർമുസാനിൻ്റെ ചോദ്യം, അതാ എനിക്കിത് കുടിക്കുന്നത് വരെ സമയം അനുവദിച്ചു തരുമോ? അതേ, നീ കുടിച്ചതിന് ശേഷം മാത്രമേ നിന്നെ വധിക്കുകയുള്ളൂ എന്ന് ചീഫ് ജസ്റ്റിസായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാക്ക് കൊടുത്തപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് ആ കോപ്പയിലെ വെള്ളം മുഴുവനും നിലത്തങ്ങൊഴിച്ചു കളഞ്ഞു അദ്ദേഹം. ആ വെള്ളം മുഴുവനും ഭൂമി കുടിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ മതം അതാ വാക്ക് പാലിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. ഞാൻ നിങ്ങളെ കഠിന ശത്രുവാണ്, നിങ്ങളെ കൂട്ടത്തിൽ പലരെയും കൊന്നവനാണ്, നിങ്ങളെന്നെ കൊലക്കുറ്റത്തിന് പകരം കൊല്ലാൻ വിധിച്ചവനുമാണ്. പക്ഷേ നിങ്ങളെന്നോട് വാക്ക് പറഞ്ഞില്ലേ, ഈ കോപ്പയിലെ വെള്ളം കുടിച്ചതിന് ശേഷമേ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ആ വെള്ളം ഞാൻ നിലത്തൊഴിച്ചു പോയി, അത് ഭൂമി കുടിച്ചുപോയി. ഇനി അതെനിക്ക് കുടിക്കാൻ കഴിയൂല, നിങ്ങൾക്ക് എന്നെ കുടിപ്പിക്കാനും കഴിയൂല. നിങ്ങൾ വാക്ക് പാലിക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അതാ അവിടുന്ന് സഹാബികളോട് കൂടിയാലോചന നടത്തുന്നു, ഇവനെ എന്ത് ചെയ്യണം. ആ സമയത്ത് സഹാബികൾ അവരതാ അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവം ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരാണല്ലോ. അവരതാ പറയുന്നു, അദ്ദേഹത്തോടും നമ്മൾ വാക്ക് പാലിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെറുതെ വിടുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം നേരെ പോയി കുളിച്ച് വൃത്തിയായി നല്ല ഭംഗിയിൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിക്കുന്നത് പ്രാവർത്തികമാക്കുന്ന ഇത്രയും ഉയർന്ന സ്വഭാവമുള്ള ഒരു സമൂഹത്തിൽ ഞാനും മെമ്പറാകാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ ദഅവത്താണ്, ഇസ്ലാമിൻ്റെ പ്രബോധനമാണ് നമ്മുടെ വഅലിൻ്റെ ലക്ഷ്യം. അതാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ സംഘടനകളുടെ ലക്ഷ്യം.